പശ്ചിമേഷ്യയിൽ നിന്ന് ഒരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക രാഷ്ട്രീയത്തിലെ പവർ ഡൈനാമിക്സ് മൊത്തത്തിൽ മാറാൻ പോകുന്ന ഒരു തീരുമാനമാണിത്. ഈ കാലം അത്രയും അമേരിക്കയുടെ ഏറ്റവും അടുത്ത അലൈസ് അഥവാ സഖ്യകക്ഷികളായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ വാഷിംഗ്ടണിനോട് കടുത്ത ഭാഷയിൽ നോ പറഞ്ഞിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള ഒരു സൈനിക നീക്കത്തിനും തങ്ങളുടെ മണ്ണോ വ്യോമപാതയോ സമുദ്രാതിർത്തിയോ വിട്ടു നൽകില്ല. സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും ഒക്കെ നേരത്തെ തന്നെ ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ UAE കൂടി ഇതിലേക്ക് വന്നതോടെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഒരു വലിയ ചെക്ക് വീണിരിക്കുകയാണ്. ഇത് വെറും ഒരു അറിയിപ്പല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഈ നീക്കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതൊരു ചെറിയ കാര്യമോ നിസ്സാര കാര്യമോ അല്ല. പതിറ്റാണ്ടുകളായി ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. ഇറാനെ പ്രകോപിപ്പിച്ച് മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ ആദ്യത്തെ ഇരകൾ തങ്ങളായിരിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, അതുപോലെ കുവൈത്തിലെ ക്യാമ്പ് ആരിഫ് ജാൻ, UAEയിലെ അൽ ദഫ്ര, ഇതൊക്കെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളാണ്. ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ. പക്ഷേ ഈ താവളങ്ങളിൽ നിന്ന് ഒരു വിമാനം പോലും ഇറാനെ ലക്ഷ്യം വെച്ച് പറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഈ രാജ്യങ്ങൾ പറയുമ്പോൾ അമേരിക്ക ശരിക്കും വെട്ടിലാവുകയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളിൽ തങ്ങൾ ഇനി വെറും അനുയായികളല്ല, മറിച്ച് ഈക്വൽ പാർട്ട്നേഴ്സ്, തുല്യ പങ്കാളികളാണെന്ന സന്ദേശമാണ് അവർ ഇതിലൂടെ നൽകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇതിന് പിന്നിൽ വലിയൊരു സ്ട്രാറ്റജിക് കാൽക്കുലേഷൻ ഉണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു മിസൈൽ വീണാൽ അതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും. UAEയും സൗദിയും സംബന്ധിച്ച് അവരുടെ വിഷൻ 2030 പോലുള്ള വമ്പൻ ടൂറിസം ഇക്കണോമിക് പ്രൊജക്ടുകൾ നടപ്പിലാക്കണമെങ്കിൽ മേഖലയിൽ സമാധാനം അനിവാര്യമാണ്. ഒരു യുദ്ധമുണ്ടായാൽ വിദേശ നിക്ഷേപകർ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അവരെ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രാദേശിക സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ പുതിയ നയം. ഇത് കേവലം ഇറാനോടുള്ള സ്നേഹമല്ല, മറിച്ച് പക്ക ബിസിനസ് മൈൻഡ് തന്നെയാണ്. ഇറാഖ്, ലിബിയ, സിറിയ, ഈ രാജ്യങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകൾ വഴി ഭരണം മാറ്റാൻ ശ്രമിച്ചത് ആ രാജ്യങ്ങളെ അപ്പാടെ തകർത്തത് കൂടാതെ അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹവും ഭീകരവാദവും പടരാൻ കാരണമായി. ഈ ചരിത്രപരമായ അബദ്ധം ഇനി ആവർത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾക്കായി മേഖലയെ ഒരു യുദ്ധക്കളമാക്കുമ്പോൾ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് പകരം റീജിയൻ ഫസ്റ്റ് എന്ന നിലപാടിലേക്ക് GCC രാജ്യങ്ങൾ മാറുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ് ചൈനയുടെ ഇടപെടലാണ്. ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുണ്ടായിരുന്ന ചരിത്രപരമായ ഉടമ്പടിക്ക് ശേഷം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറി. അമേരിക്കയുടെ മേധാവിത്വം ഇവിടെ ഇല്ലാതാകുന്നില്ലെങ്കിലും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന പുതിയ ആഗോള ചേരികളുമായി ഒരു ബാലൻസ് നിലനിർത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രേറ്റ് ഗെയിമിന്റെ പുതിയ പതിപ്പാണ്. തങ്ങളുടെ വിദേശ നയങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ ഇവർക്ക് ഇപ്പോൾ ധൈര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഒരു ചോദ്യം ബാക്കിയുണ്ട്. പ്രതിരോധത്തിനായി അമേരിക്കയെ ഒരുപാട് ആശ്രയിക്കുന്ന ഈ രാജ്യങ്ങളുടെ നിലപാട് വാഷിംഗ്ടണുമായുള്ള ദീർഘകാല ബന്ധത്തെ ബാധിക്കുമോ എന്നുള്ളതാണത്. തീർച്ചയായും അമേരിക്കയ്ക്ക് ഇത് വലിയൊരു തലവേദന തന്നെയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വന്തമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പുതിയ പങ്കാളികളെ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയെ പിണക്കാതെ തന്നെ തങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പടരുന്നത് ലോക സമാധാനത്തിന് തന്നെ ഒരു ശുഭസൂചനയാണ്. ചുരുക്കത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഒരു ഐക്യം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് മറ്റൊരു അയൽ രാജ്യത്തേക്ക് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് തടയുന്നതിലൂടെ അവർ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തുമാണ് സംരക്ഷിക്കുന്നത്. മേഖലയുടെ ഭാവി തങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന ഈ ധീരമായ നിലപാട് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.